അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവിനെ അംഗീകരിച്ചവരല്ല എന്ന് ചില ആളുകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹൽ അല്ലാഹനെ അറിഞ്ഞ ആളാണ്. അബൂജഹൽ അല്ലാഹനെ അറിഞ്ഞ ആളാണ്. അല്ലാഹനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്. അല്ലാഹനെ റാസിഖായി അംഗീകരിച്ചയാളാണ്. കയ്യിലെ മുശ്രിക്ക് അല്ലാഹനെ തള്ളിയവരല്ല, അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. എല്ലാ കഴിവും അല്ലാഹുവിനുള്ളത് തന്നെയാണ്. അവരുടെ തൽബിയത്ത് പോലും അതിന് തെളിവാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് മുജാഹിദുകൾ പ്രസംഗിക്കാറുള്ള ആശയമുണ്ടല്ലോ. അവിടെ മുജാഹിദിന്റെ പ്രബോധകന്മാരൊക്കെ പറയാറുണ്ടത്, മക്കയിലെ മുശ്രിക്ക് ഉത്തരം മുട്ടിയപ്പോ പറഞ്ഞതല്ല, കാപട്യം പറഞ്ഞതല്ല, പേരോട് കാപട്യം കാണിക്കും പോലെ മക്കത്തെ മുശ്രിക്ക് കാപട്യം കാണിച്ചതല്ല, മറിച്ച് അല്ലാഹുവിൽ അവർക്കുള്ള ഈ റബ്ബാണെന്നുള്ള വിശ്വാസം ബുഖാരി ഇമാം അവിടെ എടുത്തു കൊടുത്തിരിക്കുകയാണ്. കിതാബ് തൗഹീദിൽ തന്നെയാണ്. പേരോടെ നോക്കിക്കൊള്ളണം. ഫദാലിക ഈമാനുഹും വഹും യഅ്ബുദൂന ഗൈറഹു. അത് അവരുടെ ഈമാനായിരുന്നു. അല്ലാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്നത് അത് അവരുടെ ഈമാനായിരുന്നു. അല്ലാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു. അല്ലാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു. അല്ലാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നിരുന്നു. അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു. അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു. അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു. അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. ഇപ്പൊ കേട്ടില്ല അബൂജഹലിന്റെ എത്ര ബഹുമാനാ പറഞ്ഞു. അള്ളാഹ്ക്ക് വേണ്ടി തന്നെ ഈത്തിക്കാഫിരുന്നു അബൂജഹൽ. അള്ളാഹ്ക്ക് വേണ്ടി തന്നെ എന്തല്ലേ പണിയാ ചെയ്തത്? അള്ളാഹു ഖുർആനിൽ പറയുന്നു, ഖുൽ പറയൂ നബിയേ, യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ യാ അയ്യുഹൽ കാഫിറൂൻ, ഓ അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. അബൂജഹലിനോടും കൂട്ടരോടും അല്ലാഹ് പറയാൻ വേണ്ടി നബിയോട് പറയാൻ, ഞാൻ ആരാധിക്കുന്ന അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഞാനും ആരാധിക്കുന്നില്ല, എന്റെ ആരാധന നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ ആരാധന ഞാനും ചെയ്യുന്നില്ല. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല എന്ന് പറയാൻ നബിയോട് അല്ലാഹ് പറയാം. അല്ലാഹ് കള്ളത്തരം പറയാൻ പറഞ്ഞതാ? മുശ്രിക്കുകൾ അള്ളാഹിനെ ആരാധിക്കുന്നില്ല അല്ലാഹ് പറയാം. മൗലവി പറയുന്നത് അള്ളാഹിനെ ആരാധിച്ചു. എന്നാ സഹോദരന്മാരെ, നിങ്ങൾ കേട്ടില്ലേ പറഞ്ഞതൊക്കെയായി? അബൂജഹലിന് ഈമാൻ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു, കഫറൂ ബിറബ്ബിഹിം, അവർ അല്ലാഹുവിൽ അവിശ്വസിച്ചവരാണ്. മുജാഹിദിന്റെ പരിഭാഷത്തിൽ എങ്ങനെയാണ് അർത്ഥം? അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് മുജാഹിദിന്റെ പരിഭാഷത്തിന്റെ അർത്ഥം. നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ പറയുന്നത് വിശ്വസിച്ചിരുന്നു, അബൂജഹൽ വിശ്വസിച്ചിരുന്നു. എന്നിട്ട് അള്ളാഹ്ക്ക് ബുഖാരി ഓതി കൊടുക്കുന്നു. കിതാബ് തൗഹീദ് തന്നെ ആ പേരോടെ നോക്കിക്കൊള്ളണം. അള്ളാഹ് പറഞ്ഞേ വിശ്വസിച്ചിട്ടില്ല, അള്ളാഹ് ബുഖാരി കണ്ടിട്ടില്ല. നിങ്ങൾ ആലോചിച്ചത് ദുർവ്യാഖ്യാനം മൗലവിന്റെ. എന്നിട്ട് പറഞ്ഞ എന്താണ്? തെൽബിയത്ത് തെളിവാണ്. തെൽബിയത്തിൽ എന്താ ഉള്ളത്? അള്ളാഹ്ക്ക് ശരീക്കുണ്ട്, അള്ളാഹ്ക്ക് ഒരു സൈസ് കൂറുകാരുണ്ട് എന്ന് അബൂജഹൽ പറഞ്ഞത്. അള്ളാഹ്ക്ക് കൂറുകാരുണ്ട് എന്ന് പറഞ്ഞാൽ അത് പിന്നെ അള്ളാഹുവിൽ അവിശ്വാസമല്ലേ? കാരണം കൂറുകാരനുള്ളവർ അന്നുണ്ടോ? ലോകമൊട്ടാകെ പടച്ച ഒരു അള്ളയുണ്ട്. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ഖൽഖി ബിൽ തുലാഖി.